ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രാവിലെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ആട്ടോ. സമയം 6:30 വേദയ്ക്കിന്ന് സ്കൂളുണ്ട്, ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട്. നമുക്ക് കുറച്ച് ഓർഡേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് കൊറിയർ ചെയ്യണം. ഇന്നലെ കുറച്ച് കൊറിയർ ചെയ്തായിരുന്നു കേട്ടോ. ഇത് ഇന്നലെ വന്ന ഓർഡർ, 2 മണിക്ക് ശേഷം വരുന്ന ഓർഡർ ഇന്നാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ വരുന്നത് നേരത്തെ ഓർഡർ, 2 മണി വരെ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ 2 മണി വരെ അവിടെ പോസ്റ്റ് എടുക്കത്തുള്ളൂ നമുക്ക് കൊറിയർ ചെയ്യേണ്ട ആവശ്യം. ഇന്നലെ കുറച്ച് കൊറിയർ ചെയ്തായിരുന്നു, ഇനി കൊറിയർ ചെയ്യാൻ പോകണം, മീനൊക്കെ വാങ്ങണം, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട്. ഇത് വേദയ്ക്ക് ചപ്പാത്തി നൂഡിൽസ് ഞാൻ ഉണ്ടാക്കുന്നതാട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പത്തിൻ്റെ മാവെല്ലാം ഇരിപ്പുണ്ട്. അപ്പവും മുട്ടക്കറിയാണ്. മുട്ടക്കറിയൊന്നും വേദയ്ക്ക് വേണ്ട, അതുകൊണ്ട് വേദ പോയ ശേഷം മുട്ടക്കറി ഉണ്ടാക്കാൻ തരി. ആദ്യം വേദയുടെ സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാട്ടോ ചപ്പാത്തി. ഇത് കഴിഞ്ഞ ദിവസം വേദയുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ വാങ്ങിച്ചില്ലേ, ആ ചപ്പാത്തി ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. അതിനെ ഞാനെടുത്ത് ഫ്രീസറിലങ്ങ് കയറ്റി. എന്നിട്ട് ഇന്നിപ്പോൾ അതേ എടുത്തിട്ട് അതിനെ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കിയാണ്. കുറച്ച് ക്യാരറ്റും കുറച്ച് സവോളയൊക്കെ ഇട്ട്, വെജിറ്റബിൾസ് വേറെ ഒന്നുമില്ല, ക്യാരറ്റും സവോള മാത്രമേ ഉള്ളൂ. ക്യാരറ്റ് ഉണ്ടോയെന്ന് അറിയില്ല, കഴിഞ്ഞ ദിവസം വേദ കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ച് കഴിക്കുന്ന കണ്ടു. നല്ല ഉറക്ക ക്ഷീണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വസ്ത്രം കൂടെ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞാൻ കുറേയേറെ സമയം കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു. ഇപ്പോഴും വേദ 10 മണിക്ക് സ്നാക്സ് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇന്നിപ്പോൾ സ്നാക്സിന് ഇത് കൊടുത്ത് വിടാമെന്ന് കരുതി. ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ തന്നെയാണ് മിക്കവാറും കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ കോൺ കൊണ്ടുപോട്ടെ. കോണൊക്കെ ഉള്ള ദിവസം ഇങ്ങനെ കോണൊക്കെ ഞാൻ അവിച്ചു കൊടുക്കും സമയമുണ്ടെങ്കിൽ. പിന്നെ വേദയുടെ ടിഫിൻ റെഡിയാണ് കേട്ടോ. ചപ്പാത്തി നൂഡിൽസ്, ചപ്പാത്തി, ക്യാരറ്റ്, സവോള, പിന്നെ ഇന്നലത്തെ ചിക്കനിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അതുമൊക്കെ കുറച്ച് പിച്ചിട്ട് എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ചപ്പാത്തി നൂഡിൽസ്. കൊള്ളാം. ഇതൊക്കെ തന്നെ വേദയ്ക്ക് ഇഷ്ടം. വേദയ്ക്ക് ഇതൊക്കെ തന്നെ ഇഷ്ടം, അതുകൊണ്ട് പറയാൻ കൊള്ളാമെന്ന്. ഇനി അപ്പം ഉണ്ടാക്കണം, മുട്ടക്കറി ഉണ്ടാക്കണം. നമുക്ക് ഇന്നലെ 2 മണിക്ക് ശേഷം വന്ന ഓർഡേഴ്സാണ് ഇതെല്ലാം. മെനിങ്ങാന്ന് ഞായറാഴ്ചയല്ലേ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞായറാഴ്ച കുറേ ഓർഡേഴ്സ് വന്നപ്പോൾ ഞായറാഴ്ച അയക്കാൻ പറ്റിയില്ല. ഇന്നലെയും ഇതുപോലെ കുറച്ച് ഓർഡേഴ്സ് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് വാങ്ങിക്കുന്നവർക്ക് ഒരുപാട് താങ്ക് യു കാർഡൊക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യുന്നുണ്ട്. ഒരു 1-2 കമൻസ് കണ്ടു, മീഷോയിൽ ഇതിലും ചീപ്പായിട്ട് നല്ല സാധനം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. പ്രോഡക്ട്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ഞാൻ ഇട്ട് കാണിക്കുന്നു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. ഫോർ എക്സാമ്പിൾ, ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് മിന്ത്രയിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത്. 1000-നകത്തുള്ള ഡ്രസ്സാണ് എടുക്കുന്നത്. 1000 എബോ, ചിലപ്പോൾ വല്ല നല്ല പാർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 1000 എബോ എടുക്കാറുണ്ട്. ഒരു കാഷ്വൽ വെയർ എന്നുള്ള നിലയിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ ഇട്ടിരുന്ന ഒരു ഡ്രസ്സ്, അത് കഴിഞ്ഞ് ഗുരുവായൂർ പോയപ്പോൾ ഇട്ടിരുന്ന ഒരു ഡ്രസ്സ് ഒറ്റ വാഷിനേ ഉള്ളൂ. ഞാൻ കമ്പയർ ചെയ്യുന്നില്ല കേട്ടോ, നമ്മളെ പ്രോഡക്ട്സും ചിലപ്പോൾ ഒറ്റ വാഷിനേ ഉണ്ടാവത്തുള്ളൂ, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നതാണ്, 1000-നകത്ത് വാങ്ങി മിന്ത്ര, ഏറ്റവും വലിയ കമ്പനിയായ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ട് ഒറ്റ വാഷിനേ ഉള്ളൂ. അതിൻ്റെ പാൻസ് ഫസ്റ്റ് ഡേ, സത്യമായിട്ടുള്ള കാര്യം പറയുന്നു, ഫസ്റ്റ് ഡേ തന്നെ 2 ആ വൈറ്റ് ഡ്രസ്സിൻ്റെയും ആറ്റുകാൽ പൊങ്കാലക്കിട്ട ഡ്രസ്സിൻ്റെയും വേറൊരു ഒരു നീല കളർ, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഗുരുവായൂർ പോയപ്പെട്ടിരുന്ന വീഡിയോയിലുണ്ടായിരുന്നു. ആ പാൻസ് ഫസ്റ്റ് ഡേ തന്നെ അത് കീറി. വാഷിംഗ് മെഷീനിലിട്ടാൽ അതിൻ്റെ കൂടെ ഇടുന്ന എല്ലാ തുണികളും ആ കളർ ആവുകയും ചെയ്യും. അടുത്തൊരു പ്രാവശ്യം ഇടാൻ പറ്റില്ല കേട്ടോ. വീഡിയോയ്ക്ക് ചിലപ്പോൾ ഭംഗി ഉണ്ടാവും, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ തുണിയൊക്കെ വെറും എത്രയോ വർഷം പഴക്കം ചെന്ന നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തുണി പോലെ ഇരിക്കും അതിൻ്റെ മെറ്റീരിയൽ. ഞാൻ നമ്മളെ പ്രോഡക്ട്സിനായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, ഇത് ഞാൻ അത്ര സംഭവമൊന്നും പറയുന്നതല്ല. അപ്പോൾ നമ്മൾ മിന്ത്രയിൽ നിന്ന് വാങ്ങിയാലും മീഷോയിൽ നിന്ന് വാങ്ങിയാലും എവിടെ നിന്ന് വാങ്ങിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പിന്നെ ഏട്ടൻ അത് കേൾക്കണ്ടേ, ബെനറ്റണിൽ നിന്നാണ് ഏട്ടൻ പാൻസ് എന്തേ ഇടുള്ളൂ. ബെനറ്റണിൽ ഒരു വർഷം പോലും ആ സാധനം പോകില്ല. ഇതുപോലെ ഇങ്ങനെ നൂലൊക്കെ പിന്നിയ സാധനം അല്ല, അത് വിട്, ഞാനിത് പറയണത്. ഇതുപോലത്തെ സാധനമൊക്കെ ആണെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ അത് കീറും. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഇപ്പോൾ ചെന്നപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ഉള്ള ഐറ്റംസ് ഒന്നും ഞാനിപ്പോൾ വാങ്ങാൻ സമ്മതിക്കില്ല. കാരണം 10, 3000, 4000, 5000 ഒക്കെയാണ് ബെനറ്റൻ്റെ ജീൻസിൻ്റെ വില എന്ന് പറയുന്നത്. ഏട്ടൻ അതൊക്കെ എടുത്തുള്ളൂ, അത് വേറെ കാര്യം. ഇപ്പോൾ ചെന്ന് നമ്മൾ തായ്ലൻഡിൽ പോകുന്നതിന് മുന്നേ കുറച്ച് ബെനറ്റൻ്റെ ജീൻസ് എടുത്തു.
ഇന്നലെ വന്നപ്പോൾ അതിൻ്റെ ഈ സൈഡ് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിൻ്റെ ഇവിടെ ഇങ്ങനെ കീറിയിരിക്കുന്നു. ഇത്രയും ബ്രാൻഡഡ് സാധനം വാങ്ങിയിട്ട് ഇതാണ് അവസ്ഥ. ഞാൻ കരുതുന്നത് അങ്ങനെയാണ്, ക്വാളിറ്റി ഇല്ലാത്ത സാധനം മാക്സിമം നമ്മളെ രീതിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കുറച്ചുകൂടെ കൂടിയ സാധനം എടുക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടണ്ടേ. അതുകൂടെ കൂട്ടിയിട്ട് ഇടുമ്പോൾ നിങ്ങൾ പറയുന്നു വില കൂടുതലാണ്. മിന്ത്രയിലുണ്ട് ഷിപ്പിംഗ് ചാർജ്, കൊറിയർ ചാർജ്. ആമസോണുണ്ട് കൊറിയർ ചാർജ്, ഷിപ്പിംഗ് ചാർജ്. ഫ്ലിപ്കാർട്ട് ഉണ്ട് കൊറിയർ ചാർജ്, ചാർജ്. മീഷോയിൽ മാത്രമാണ് കൊറിയർ ചാർജ് ഇല്ലാത്ത. ബാക്കി എല്ലാത്തിലും കൊറിയർ ചാർജ് കാര്യങ്ങളുണ്ട്. 1000 എബോവ് ആണ് എല്ലാ ഡ്രസ്സുകൾക്കും അതിലൊക്കെ വരുന്ന റേറ്റും. ചില ഓഫേഴ്സിലാണ് 1000-നുള്ളിൽ കിട്ടുന്നത്. ഞാൻ 1000-ൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഒറ്റ വാഷിന് പോലും ഇല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യം, നമ്മൾ കയ്യിൽ നിന്ന് സാധനം എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. കുറേ കമൻസ് കണ്ടപ്പോൾ ഇങ്ങനെ പറയണമെന്ന് തോന്നി പറഞ്ഞു. ഞാനും മീഷോന്ന് ഒറ്റ തുണി പോലും ഞാൻ മീഷോന്ന് വാങ്ങാറില്ല. നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് അത്ര ക്വാളിറ്റിയേ ഉള്ളൂ. അതിന് എന്ത് പറയാനും അത്ര ക്വാളിറ്റിയേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് ഭയങ്കര സംഭവമൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. മേ ബി അതും ഒറ്റ വാഷിനൊക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ അതിലൊക്കെ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാനും കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് ഒന്നും ഇല്ല. സത്യമായിട്ട് ഞാൻ കരുതിയിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഓൺലൈൻ ബിസിനസ് ഭയങ്കര സിമ്പിളാണ്. കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങാം, വീട്ടിലിരിക്കാം, നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാം. 200, സത്യസന്ധമായി പറയണം, 200 രൂപയുടെ സാധനം വാങ്ങി 500 രൂപയൊക്കെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഇതിലായിട്ടാണ് ഇരുന്നത്. പക്ഷെ നമ്മൾ സാധനം വാങ്ങാൻ പോയപ്പോഴാണ് 200 രൂപയുടെ സാധനം 200 രൂപയേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് തന്നാൽ അത് ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് വരും എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കൂടിയ സാധനങ്ങൾ, കുറച്ചുകൂടെ കൂടി നല്ലതെന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങളുണ്ട്, നല്ല വിലയും ആവും. അപ്പം ഒരു അഫോർഡബിൾ റേറ്റിന് വാങ്ങി എനിക്ക് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഇപ്പം നമുക്ക് വളരെ, നമ്മളിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ പോയൊക്കെയാണ് ഒരുപാട് സാധനങ്ങൾ ദൂരോട്ടൊക്കെ നമ്മൾ പോയിരുന്ന. നമ്മൾ പല വീഡിയോസിലും ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിൽ തിരക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പോയി യാത്ര ചെയ്തപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് അത് റിവീൽ ചെയ്യാൻ കരുതാണ് അതൊന്നും കാണിക്കാണ്ടിരുന്നത്. എത്ര ദൂരം ബാംഗ്ലൂർ പോയിട്ടുണ്ട്, നമ്മൾ സേലം, ഈറോഡ്, പല സ്ഥലങ്ങളിൽ പോയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോന്ന് കൊണ്ടുവന്നത്. ഓരോന്ന് കൊണ്ടുവരുമ്പോഴും അതിൻ്റേതായ വില വ്യത്യാസത്തിൽ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എൻ്റെ സാധനങ്ങൾ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അതറിഞ്ഞ് വാങ്ങുന്നവരുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. മീഷോ അല്ല വസ്ത്ര എന്ന് മനസ്സിലാക്കി വാങ്ങുന്നവരുണ്ട്. അവരുടെ കൊറിയേഴ്സാണിത്. ഇത് ഇപ്പം ഞാൻ കൊറിയർ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഒരു ഓർഡർ വന്നു, അത് വേണ്ടിയിട്ട് പാക്ക് ചെയ്യാണ്. ഇത് അഖില കോട്ടയത്തു നിന്ന് 2 ഡ്രസ്സ് ഐറ്റം നമ്മുടെ നിന്ന് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാത്തിൻ്റെയും ഓരോ സൈസൊക്കെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലാർജ്, മീഡിയം, എക്സൽ അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. മീഷോന്ന് ഡ്രസ്സ് വാങ്ങിയാൽ അതുപോലെ 100 പേര് ആ സെയിം ഡ്രസ്സ് ഇട്ടെങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് സുഡിയോന്ന് നമ്മൾ ഡ്രസ്സ് വാങ്ങിയാലും സെയിം സാധനം 100 പേരുടെ ദേഹത്ത് ആ സെയിം സാധനം കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പോൾ സുഡിയോന്ന് ഞാൻ വാങ്ങുമായിരുന്നു. നല്ല അഫോർഡബിളാണ്. പക്ഷെ അതും 100 രൂപയുടെ സാധനം 100 രൂപയുടേതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ സുഡിയോന്ന് വാങ്ങാറില്ല. കാരണം നമ്മൾ ഇടുന്നത് പോലെ നോക്കുമ്പോൾ 10 പേര് അതുപോലത്തെ സെയിം ചെരുപ്പായാലും ഡ്രസ്സായാലും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടിപ്പം ഞാൻ സുഡിയോയിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, 2 ഓർഡർ ഒരുമിച്ച് വന്നത് പാക്ക് ചെയ്യണം. അപ്പോൾ ഇതായി കണ്ടോ, വിശ്വസിച്ച് നമ്മളെ നിന്ന് വാങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ എന്തിട്ടാലും കുറേ നെഗറ്റീവ് പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. മീഷോന്ന് വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. ഇവിടെ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തുണിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇത് നമ്മളെ വിശ്വസിച്ച് വാങ്ങുമ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ കൊടുക്കുക. കളക്ഷൻസൊക്കെ പോയിട്ട് വേണം നമുക്ക് പുതിയ കളക്ഷൻസ് കൊണ്ടുവരാൻ. ഓണം കളക്ഷൻസൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ ഓണം കളക്ഷൻസ് ആരും നോക്കുന്നില്ല കേട്ടോ. ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ്, ഇതിനകത്ത് നമ്മുടെ കാർഡ് വെച്ചില്ല, താങ്ക് യു കാർഡ്. പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മുടെ കൊറിയേഴ്സ് അയക്കുന്നത്. 2 to 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ കിട്ടും. ഹോം ഡെലിവറി ആണ്. പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതായതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. സേഫായിട്ട് നമുക്ക് ട്രാക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. അതുകൊണ്ട് ഓർഡറൊക്കെ ചെയ്താൽ പെട്ടെന്ന് കിട്ടും.
2 to 3 വർക്കിംഗ് ഡേയ്സ്, മാക്സിമം 2 days ആണ് പറയുന്നത്. ഞാനതൊരു 3 days ആക്കി. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കയറ്റി പറയണമല്ലോ. അപ്പം ഈ ഓർഡേഴ്സ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്നലെ ഓർഡേഴ്സ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മളെ വിശ്വസിച്ച് പ്രോഡക്റ്റ്സ് വാങ്ങുന്നുണ്ടല്ലോ. എല്ലാവർക്കും കിട്ടിയ ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഫോട്ടോസൊക്കെ ഇട്ട് അയച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മീഷു കവറാട്ടോ. മീഷുവിൻ്റെ കുറ്റം പറഞ്ഞിട്ട് മീഷു കവറിന്. ഇത് ഞാൻ അല്ലാണ്ട് പൈസ കൊടുത്ത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഈ കവറിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ വരുന്നത് കുറേയൊന്നും നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ കവറിലായിരിക്കും ഇതാക്കുന്നത്. പക്ഷേ എനിക്ക് ഈ കവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നമ്മുടെ ലോഗോയൊക്കെ വെച്ചിട്ടുള്ള കവറാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ബൾക്ക് എമൗണ്ട് ഒരു 10,000 മിനിമം ഒരു 10,000 ഓർഡറെങ്കിലും കവറിൻ്റെ ഓർഡറെങ്കിലും നമ്മൾ ഒരു സൈസിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 10,000 കവറൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് വെച്ചാൽ മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒന്നും അത് മാറ്റിയിട്ടാണ് പിന്നെ ഞാൻ ഇതാക്കിയത്. നിങ്ങളുടെ സഹകരണവും സഹായവും ഉണ്ടെങ്കിൽ നമ്മൾ ലോഗോ എല്ലാം വെച്ചിട്ടുള്ള കവറൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അഡ്രസ്സൊക്കെ എഴുതട്ടെ. നമുക്കിനി നേരെ പോസ്റ്റ് ഓഫീസിൽ പോകാം കേട്ടോ. സോറി. നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ കൊറിയർ ചെയ്യുമോ എന്നുള്ളത്. ഇൻ്റർനാഷണൽ ചെയ്യും മാം, പക്ഷേ നമ്മൾ പ്രോഡക്റ്റിനെക്കാട്ടി കൂടുതലാണ് നമ്മുടെ ഡെലിവറി ചാർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അന്വേഷിച്ചപ്പോൾ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ USA ഒരു 15 days കൊണ്ട് കിട്ടും, പക്ഷേ 2,500 വരുന്നുണ്ട്. അതൊരു സ്പീഡ് പോസ്റ്റ്. നോർമലാണെങ്കിൽ ഒരു മാസം എന്തായാലും എടുക്കും. അതിന് 1,500 രൂപ ആകുന്നുണ്ട്. പക്ഷേ വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഞാൻ വേറെ അന്വേഷിക്കുന്നുണ്ട്, ബ്ലൂ ഡാറ്റ പോലുള്ളിടത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇൻ്റർനാഷണലിൻ്റെ പറയാം. അവൈലബിൾ ആണ്, പക്ഷേ ഷിപ്പിംഗ് ചാർജ് അത് ബ്ലൂ ഡാട്ടിലൊക്കെ ആണെങ്കിലും കുറച്ച് കൂടുതലായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഒരു കൊറിയർ ചാർജ് എന്ന് പറയുന്നത് ഞാൻ അതിൽ നിന്നും ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. എത്രയാണോ കൊറിയർ ചാർജ് അത് സെയിം ഞാൻ അയച്ചു കൊടുക്കും. എന്നിട്ട് ആ പേയ്മെൻറ്റാണ് എനിക്ക് ഇട്ട് തരുന്നത്. ഞാനൊരു ഫിക്സഡ് റേറ്റ് വെച്ചിരിക്കുക, അങ്ങനെ ഒന്നുമില്ല. ഇത് 59 ഉണ്ട്, 41 ഉണ്ട്, 60 ഉണ്ട്. ഒരു 100-നകത്താണ് നമുക്കൊരു 1 കിലോയ്ക്ക് 1 കിലോയ്ക്ക് അകത്ത് വരുമ്പോൾ സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു 100-നകത്താണ് കൊറിയർ ചാർജ് വരുന്നത്. അത് ഇതുപോലെ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ അയച്ച ശേഷം മാത്രമാണ് ഞാൻ വാങ്ങുന്നത്. ഇതിൽ നമ്മളൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് പ്രോഡക്റ്റിൻ്റെ പൈസ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി വീട്ടിൽ ഉച്ചയ്ക്ക് വല്ലതും ഞമ്മണമെങ്കിൽ വല്ലതും പോയി മേടിക്കണം. അപ്പോൾ നമ്മളെ ഇന്നലെ ഡ്രസ്സ് അയച്ചത് തിരുമല എന്നാണ് കേട്ടോ, പോസ്റ്റ് ഓഫീസിൽ നിന്ന്. ഇന്നിപ്പോൾ പേയാട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയച്ചിട്ട് ഞാൻ പറയാം പേയാട് മാർക്കറ്റിൽ കയറാമെന്ന്. ഏട്ടനാണെങ്കിൽ ഇതാ എന്നെ കൊണ്ടുപോവുകയാണ് പൂജ പറയുന്ന വാങ്ങിക്കാമെന്ന്. ഏട്ടനോട് ഞാൻ പറയാം ഏട്ടാ സവോളയും ഉള്ളിയും ഉരുളക്കിഴങ്ങും വാങ്ങണമെന്ന് വെച്ചോ, ഇത് 3 വാങ്ങിച്ചിട്ട് വരണേന്ന് പറയും. അപ്പോൾ ഏട്ടൻ തോന്നിയെന്നറിയോ, ആദ്യം പോയി 1 കിലോ സവോള വാങ്ങിച്ചിട്ട് വരും. അതുകൊണ്ട് തന്നിട്ട് വീണ്ടും കൊച്ചുള്ളി വാങ്ങിച്ചുകൊണ്ട് തരും. മറന്നു പോണേയല്ല, ഈ വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങണേനെ കരുതി, സ്കൂട്ടർ എടുത്ത് കറങ്ങണേനെ കരുതി ഓരോ പ്രാവശ്യം ഓരോ സാധനം വാങ്ങിച്ചിട്ട് വരും. ആ തൊട്ടടുത്തുള്ള പേയാട് മാർക്കറ്റ് കയറാതെ എനിക്ക് വേറെ ഒരു ജോലിയില്ല. എന്നെ കൊണ്ട് പൂജപ്പുര പോകണം. എന്നെ വീട്ടിലാക്കിയിട്ട് പോയിരുന്നെങ്കിൽ മിണ്ടാതിരിക്കണോ? നിങ്ങളിത് അറിയണം ഗൈസ്. ഇന്നിന് വീട്ടിൽ വന്ന് കിടന്ന് ഞാൻ പട്ടിപ്പണി ചെയ്യും, പട്ടിപ്പണി. എന്നൊന്നും സഹായിച്ച് തരൂല്ല. സെർവൻറ്റിന് വെച്ചേട്ടാ ഉണ്ടാതിരിക്കുന്ന ഇതെന്നെ ഒന്നും ബാധിക്കണ കാര്യമല്ല എന്ന്. നല്ല റോഡ് കിടന്നിട്ട്, മെയിൻ റോഡ് കിടന്നിട്ട് ഉള്ള കാട്ട് റൂട്ടെല്ലാം കയറി കറങ്ങി 1/2 മണിക്കൂർ എടുത്തോട്ടോ പൂജപ്പുര വരാൻ. തിരുമല ആക്ച്വലി തിരുമലയിൽ നിന്ന് പൂജപ്പുര എത്താൻ 5 മിനിറ്റ് പോലും വേണ്ടല്ലേ, അത്ര പോലും വേണ്ട. അതായത് ഒരു 10 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ടാവും. കാട്ട് റൂട്ടെല്ലാം കൂടെ കറങ്ങി നമ്മളിതായി ഫൈനലി പൂജപ്പുര മാർക്കറ്റിൽ എടുത്തിട്ടുണ്ട്. ഞാൻ കരുതി പേയാട് കയറാന്ന്. പാവയ്ക്ക വാങ്ങിക്കാം, ചക്ക, ചീര. ഓർമ്മയുണ്ടാ? പിന്നെ കുറെ നാളായില്ലേ, അപ്പൊ ഞാൻ കരുതി മറന്നുപോയി കാണുമോ. ഉണ്ട് അച്ഛനറിയായിരിക്കും. ഒന്നുമില്ലല്ലേ, കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ടൊന്നും വന്നില്ല. അപ്പൊ എല്ലാരും കണ്ടപ്പോ എവിടെയാണെന്ന്. അപ്പൊ നമ്മളത് മറന്നില്ല കേട്ടോ എല്ലാരും.
കൊറോണയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഇന്നാണ് പറഞ്ഞത്. അവരേതാണ് ഞാൻ സ്ഥിരം മീൻ വാങ്ങണത്. ഓ യൂട്യൂബർ തന്നെ. ഓ ഇതെന്തോന്ന് ചൂര പാരയാ? വാള നോക്കി ഇറങ്ങിയത്. എന്നാ ഇടയ്ക്കൊക്കെ ഇരിക്കണുണ്ടായിരുന്നു. ഒരു മീനും ഇല്ല. ആ മത്തി വേണമെങ്കിൽ വാങ്ങിക്കായിരുന്നു ഏട്ടാ. പാവയ്ക്കെങ്ങാനും വാങ്ങിക്കണ? പാവയ്ക്കെങ്ങാനും ചുമ്മാ അവിടെ നിന്ന് ഇതുവരെ വന്നു. എന്തോന്നെങ്കിലും മത്തി എങ്കിലും വാങ്ങിച്ചോട്ടെ. മത്തിയൊന്നും ഉറങ്ങൂല്ലേ? വെറുതെ വന്നിട്ട് പോണു. ഇത് എന്നെ ഏട്ടൻ്റെ സൂക്കേട്. പിന്നെ ചൂരമീൻ തിന്നൂല. ചൂരമീൻ തിന്നാത്ത മനുഷ്യരുണ്ടോ, പ്രത്യേകിച്ച് തിരുവനന്തപുരംകാര്. പക്ഷെ മത്തിയൊക്കെ കഴിക്കണേന്ന് എന്തോ മത്തിക്ക് കാണാൻ ഭംഗിയില്ലാന്ന് മത്തി വാങ്ങിച്ചില്ല. പിന്നെ നിറയെ വങ്കട മീൻ ഇരിക്കണം. വങ്കട മീൻ അവിടെ വീട്ടിൽ പോകൂല കേട്ടാ. അതാരും അത്ര താല്പര്യമില്ല. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വേണ്ട, നമുക്ക് പോണ വഴിക്ക് ഇവിടെ നീളം വാങ്ങിച്ചിട്ട് പോ. സമയം എത്രയായി? മണി 10:30. എന്തോന്നേട്ടാ ഇനി പോയിട്ട് മീന് വയ്ക്കണം. നമ്മൾ മുന്നേ സ്ഥിരം മീൻ വാങ്ങിയിട്ടിരുന്നത് ഇവിടെ പൂജപ്പുര എന്നാണ് കേട്ടോ. നല്ല ഫ്രഷ് മീൻ കിട്ടും. പിന്നെ കോവിഡ് ആയ ശേഷമാണ് അവിടെ നിന്നുള്ള മീൻ വാങ്ങിപ്പ് നിർത്തിയത്. പിന്നെ നമ്മുടെ ആ ഏരിയ ഫുൾ മീൻകാരൊക്കെ ആയി. ഇപ്പം നമ്മൾ അവിടെ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ വാങ്ങുള്ളൂ. ഇവിടെ വന്നിട്ട് കോവിഡിന് ശേഷം വന്നിട്ടേ ഇല്ല. അതാണ് ഇന്ന് വന്നപ്പോൾ നമ്മളെല്ലാവരും ഓർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച്. ഇന്നിപ്പോൾ അവിടെ മീനില്ല. കറങ്ങിത്തിരിങ്ങ് നമ്മൾ സ്ഥിരം വാങ്ങണ ഒരു ആൻറ്റിയുടെ അവിടെ എത്തി. അതിങ്ങ് കുണ്ടമ്മൻ കടവിൽ ഇത്രയും സ്ഥലം കിടന്നിട്ട്. ഇനി മോര് വാങ്ങിച്ചു തരാൻ പറഞ്ഞേ. മോര്. അതെന്തോ എനിക്ക് വെളിയിൽ ഇറങ്ങി എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഷുഗർ കട്ടിലാണ്. അതുകൊണ്ട് മോര് കുടിക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നാരങ്ങ വെള്ളം. വണ്ടി വരെയാണ് എടുത്ത് ചാടുന്നത്. കാരല് മീന് കൊഞ്ച് കാണാൻ. വാള എന്തൊന്ന് ടംഗ്ലിങ് ചെയ്യാനാ? പച്ച തന്നെ. അതെന്തിനത്? തലയും പാലും പോലെ ഒന്നുമില്ല. പാര എങ്ങനെ? എത്ര രൂപ? 350. അയ്യോ, തെരച്ച് നല്ലത് തന്നെ. ചിലതിങ്ങനെ പെട്ടെന്ന് ഇതാവുമല്ല. എത്ര രൂപ തെരച്ചി? വേണ്ടേ? അറിയാമോ എന്റെ കൂടെ ചോദിക്കുന്നത്? 200 രൂപ കുറയൂലേ? എന്തോ വീഡിയോ എടുക്കണേണ്. അപ്പൊ ആൾക്കാർ വരുന്ന അയ്യേ ആ ചേച്ചി കുറച്ച് തന്നില്ല എന്ന് പറയും. നല്ല മീൻ തന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളാം. അത് നല്ല മീൻ തന്നെ. അതുകൊണ്ടല്ലേ ഇങ്ങ് വന്നത്. അതിന്റെ തൊലി 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 എടുക്കുന്ന മത്തി എത്ര രൂപ? മത്തി 200. ഞാന് മുമ്പ് വെട്ടിത്തരാൻ വാങ്ങിച്ചോണ്ടാൻ പറഞ്ഞാ പറയും ആരും വെട്ടിത്തരൂലെന്ന്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വെട്ടി വാങ്ങിച്ചോണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് വെട്ടിക്കൊണ്ടിരിക്കണോണ്ട് വെട്ടി മേടിച്ചിട്ട് വന്ന. കണ്ട ഇപ്പോഴല്ലേ അടിപൊളിയായത്. നമ്മളത് ശീലമില്ലാത്തോണ്ടേ നമുക്ക് കഴിക്കുമ്പോ ഒരുമാതിരി തോന്നും. എന്തോന്ന് തെരച്ചിയാ? പിന്നെ വാങ്ങിക്കാതെ. മത്തിയുടെ വാങ്ങിക്കാം. നാളെ വാങ്ങിക്കാം. വെയില് ഞാൻ കരിഞ്ഞു പോവേ ഉള്ളൂ. വീഡിയോ ഇല്ല, ചുമ്മാ ഇടണത്. നമ്മൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടിട്ട് ഇടണ്ടേ? കാണട്ടെ എല്ലാരും. എത്ര പേര് വരുമെന്നറിയോ? എത്ര പേര് വരുമെന്നറിയാമോ? ക്യാമറാമാനാണ് സീരിയലിലേക്ക. ഇപ്പൊ തീർന്ന ഗൗരി ശങ്കരൻ കാണുമായിരുന്ന? ചന്ദനമഴ കാണുമായിരുന്ന പണ്ടത്താ? അതിന്റെയൊക്കെ ക്യാമറാമാനാണ്. പരസ്പരം, ചന്ദനമഴ. അത് ക്യാമറ അല്ലേ, ബാക്കി ഇരുന്നുണ്ടല്ലേ ചെയ്യണത്. എന്നെ കണ്ടിട്ടുണ്ടാ? ഏട്ടന്റെ വിലയില്ലാതെ
സാറിന് വില എന്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് തന്നെ അങ്ങനെ പറഞ്ഞോളൂ. വണ്ടി ഇങ്ങോട്ട് നിൽക്കുന്ന അവിടെ വിഴിഞ്ഞെത്തുന്ന പറഞ്ഞ തിരച്ചി വറുത്തരച്ച് വെക്കാനാ നിങ്ങൾക്ക് അറിയാമോ? ഇനി കോമളിനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കണം അങ്ങനെ വറുത്തരച്ച് വെക്കണം. പൊരിക്കാനും നല്ലതാണിത്, പൊരിക്കാനും നല്ലതാണ്. പൊരിക്കണോ കറി വയ്ക്കണോ? വേറെ ഒന്നും വെച്ചില്ല. ഒരു വിരളറ എനിക്കില്ല. ഒരു മീനിന്റെ തൊലി ഇരിക്കണം. ശ്രദ്ധിച്ചില്ല, അവരും ശ്രദ്ധിച്ചില്ല. തീയല വെച്ചിട്ടുണ്ടോ വറുത്തരച്ച്? ഇന്നിപ്പം ഞാൻ തീയലാണ് വയ്ക്കാൻ പോകുന്നത്. കുറച്ച് കൊച്ചുള്ളി വറുക്കാനായിട്ടാണേ, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ, ഇതെല്ലാം കൂടി ഒന്ന് വറുക്കുക. പിന്നെ മുളക് പൊടിയൊക്കെ ഇടും കേട്ടോ. നമുക്ക് കുറച്ച് തിരച്ചിയുള്ളതുകൊണ്ട് കുറച്ച് തേങ്ങ മതി. വറുത്തിട്ട് ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഞാനിപ്പോൾ കളിക്കാട് അമ്മയെ വിളിച്ച് വെച്ചിട്ട് ഇതാക്കിയതാണ് കേട്ടോ. നമ്മളിവിടെ അങ്ങനെ വലിയ രീതിയിൽ തിരച്ച് വെക്കില്ല, നെട്ടയത്ത് വെക്കും. അമ്മ ഇറച്ചി വെക്കും പോലെയൊക്കെ വെക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, വറുക്കാനും നല്ലതാണ് തിരച്ചി മീൻ. ഇപ്പം നമുക്ക് വറുത്തരച്ച് തീയലായിട്ട് വയ്ക്കാം. കൊച്ചുള്ളി, തേങ്ങ, കറിവേപ്പില ആദ്യം അതിട്ടൊന്ന് നമുക്ക് വറുക്കാം. പാൻ അടുപ്പത്ത് വയ്ക്കുക, വറുക്കാണ്ട സാധനങ്ങൾ വറുക്കാനായിട്ട് ഇടുക. എൻ്റെ മുഖമൊക്കെ ആകെ ക്ഷീണിച്ച് വല്ലാതെ ഇരിപ്പുണ്ടല്ലേ. ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം എനിക്ക് നന്നായിട്ടുണ്ട്, നല്ല രീതിയിലുണ്ട്. അതാണ് മുഖത്ത് കാണുന്നത്. നമുക്ക് സെറ്റ് ചെയ്യാം, ജോലികൾ നടക്കട്ടെ. തേങ്ങ, കൊച്ചുള്ളി, കറിവേപ്പില ആദ്യം ഇതൊന്ന് മൂത്ത ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാവേ. എന്നിട്ട് കുറച്ച് കടുകെല്ലാം പൊട്ടിച്ച് മീനെല്ലാം കടുക് വറുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, കരിഞ്ഞു പോകരുത്, അല്ലാണ്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. നല്ല വറുക്കുമ്പോൾ നല്ല കളറുണ്ടാവും കറിക്ക്. കൊച്ചുള്ളി സവോളയുടെ അത്ര വലിപ്പമുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഒരു കുഞ്ഞു കഷ്ണം പുളിയുടെ അതിലേക്ക് ഇടണേ. ഒരുപാട് പുളി വേണ്ട, കുറച്ച് മതി, ചെറിയൊരു കഷ്ണം. തേങ്ങ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറുത്ത ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇടാവേ. ഇവിടെ ഇനി ഈ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം ബാക്കി കുറച്ച് ചില്ലറ പരിപാടികളുള്ളത്. സത്യമായിട്ട് ഇപ്പോൾ സമയം തികയുന്നില്ല കേട്ടോ. എന്തായാലും തേങ്ങ ഓൾമോസ്റ്റ് വറുത്ത് വന്നിട്ടുണ്ട്. തീയലിന് പാകമായിട്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താ പറയണമെന്ന് പറയണേ. ഇവിടെ തെരച്ചി എന്നാണ് ഈ മീനിനെ പറയുന്നത്. തെരണ്ടി എന്നൊക്കെ പറയും തോന്നുന്നു അല്ലേ. നമ്മളിവിടെ ഇതിനെ തെരച്ചി എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടമുള്ള മീനല്ല, എനിക്കും വലിയ താല്പര്യമില്ല കേട്ടോ ഈ മീനിനോട്. കഴിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുരുമുളകും ഇടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇടാനായിട്ട്. ഒരുപാടായാൽ പാടാണ്. കുരുമുളകൊക്കെ നിറയെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി കേട്ടോ, ശകലം മതി മല്ലിപ്പൊടി. ഇനി ഇതിനെ കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചോറ് റൈസ് കുക്കറിൽ വെച്ചിരിക്കാം കേട്ടോ. ഒന്നും തിളപ്പിച്ച് വെച്ചില്ല എങ്കിൽ വേവത്തില്ല. മല്ലിയും മുളകൊക്കെ ഇട്ടിട്ടേ ഒരുപാടിട്ട് മൂപ്പിച്ചുകൊണ്ട് നിന്നാൽ മല്ലിയും മുളകൊക്കെ കരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ കറിക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് മല്ലിയും മുളകൊക്കെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. മൂത്തത് കുറയുകയാണെങ്കിൽ കളറും കുറയും. 12 മണിയായി, ജോലിയൊന്നും ആയിട്ടില്ല. എൻ്റെ അടുക്കളയൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഇപ്പം ഈ തിരച്ച് മീനോടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിനെ ഞാൻ സുന്ദരി കുട്ടിയാക്കും. അതെന്താ സംഭവം എന്നറിയോ? ഇപ്പം നമ്മുടെ ഈ വസ്ത്രയുടെ ഒരു ഇതൂടെ തുടങ്ങിയപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, ഒരുപാട് ഓർഡേഴ്സും വരുന്നുണ്ട്. അപ്പോൾ
സത്യം അത് തന്നെയാണ് കേട്ടോ, അഹങ്കാരം പറയുന്നതല്ല. അപ്പോൾ 2 മണി വരെ പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ സാധനങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പം ഞാൻ മാക്സിമം ഇന്ന് 2 മണിക്ക് മുന്നേ കിട്ടുന്ന ഓർഡേഴ്സ് അതിന് മുന്നേ തന്നെ അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഓരോ നമുക്ക് തരുന്ന സ്ലിപ്പെല്ലാം കൊണ്ടുവന്ന് കൊറിയർ ചാർജിൻ്റെ ഇതെല്ലാം അവർക്ക് വീണ്ടും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, യൂട്യൂബ് വീഡിയോസ് എഡിറ്റ് ചെയ്യണം, എല്ലാം കൂടെ ആകുമ്പോൾ അതേ വന്നുകൊണ്ടിരിക്കുകയാണ്, കൂക്കു അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ അതും നോക്കണം, ഇതും നോക്കണം, യൂട്യൂബിൻ്റെ കാര്യം നോക്കണം, എല്ലാം കൂടെ ആകുമ്പോൾ. അപ്പോൾ എന്തായാലും സമയം 12 മണിയായി, ഒരു ജോലി ആയിട്ടില്ല. നമുക്ക് ഈ എന്താണ് വറക്കാൻ വെച്ചിരിക്കുന്ന സാധനം അരച്ചെടുക്കാം. ചൂട് മാറിയിട്ടുണ്ട്, ചൂട് മാറാതിട്ട് അടിക്കരുത്, മിക്സി എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരയ്ക്കാം. ആദ്യം ഇങ്ങനെ ഒന്ന് അരച്ച ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചാൽ പെട്ടെന്ന് ഇറങ്ങി കിട്ടും കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മല്ലിയും മുളകും വറുക്കുമ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയുടെ ഇടണം. കള്ളിക്കാടാകുമ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയുടെ ഇടാൻ പറഞ്ഞു, ഞാൻ മറന്നുപോയി. പിന്നീട് തീ ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ഓർമ്മിച്ചത്, പിന്നെ ഉലുവാപ്പൊടി ഇട്ടേ. നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി പോകാം. ഇന്ന് വേറെ ഒന്നുമില്ല, ചോറും തിരച്ചി മീൻകറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വീട്ടിൽ നല്ലതുപോലെ എന്തെങ്കിലും ആഹാരം കുക്ക് ചെയ്തിട്ട് ദിവസങ്ങളാകുന്നു ഗൈസ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ ഞാൻ ആ വറുത്ത് വെച്ചിരുന്ന പാത്രത്തിൽ തന്നെ എടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാൻ ഇടാവേ. കടുക്, വറ്റൽ മുളക്, കുറച്ച് കൊച്ചുള്ളി, പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക് എല്ലാം കൂടിയിട്ട് വഴറ്റി മീനും ഇട്ട് നമ്മൾ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ വറുത്തരച്ച മീൻകറി റെഡി. കടുക് പൊട്ടട്ടെ. കറിവേപ്പില കുറച്ച് ഞാൻ വറുക്കുന്നതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ക്യാമറാമാൻ പേടിച്ചോടി. വെള്ളം ഇടുന്നതാണ്. വറ്റൽ മുളക്, ഇനി കുറച്ച് സവോള അല്ല കൊച്ചുള്ളി കേട്ടോ. അതിൽ ഒരു പകുതി സവോള ഇവിടെ രാവിലെ ഞാൻ വേറെക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയിരുന്നു, അതിൽ കൂടെ ഇട്ടു. ഇങ്ങനത്തെ സാമ്പാർ മുളക്, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാമേ, മറ്റതിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല, അപ്പം അതുകൂടെ കണക്കാക്കി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇടാവേ, നമ്മളെ കയ്യിൽ എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്കയില്ല. നോക്കട്ടെ, ഉണ്ടാ തോന്നുന്നു ഫ്രിഡ്ജിൽ. ഒരു കുഞ്ഞ് തക്കാളി ഇട്ടേ, പുളി അതിൽ ഓൾറെഡി ഇട്ടു, അതുകൊണ്ട് തക്കാളി ഒരുപാടായാലും ശരിയാവില്ല. നോക്കട്ടെ മുരിങ്ങയ്ക്ക എന്താന്ന് കിടക്കണം, പക്ഷെ അത് വാടിക്കരിഞ്ഞു പോയി. അതാ ഒരു കുഞ്ഞുമുരിങ്ങയ്ക്ക കിടക്കണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും തരച്ചിക്ക് ധാരാളം, ഇത്ര തരച്ചില്ലേ ഉള്ളൂ. 2 കഷ്ണം കടിച്ച് ചൂപ്പാനായി. മുരിങ്ങയ്ക്ക ഇട്ട ടേസ്റ്റൊക്കെയാണ്, പക്ഷെ ഞാൻ മീനിലൊന്നും ഇടുന്ന മുരിങ്ങയ്ക്ക, മീനിലല്ല, എനിക്ക് മുരിങ്ങയ്ക്ക ഇഷ്ടമല്ല. എന്നിട്ടാണ് വേദ കുറ്റം പറയണത്, വേദ ഒന്നും കഴിക്കില്ല എന്ന് കേട്ടോ. വീണ്ടും കൂക്കു. ഇപ്പോൾ 24 hours കൂക്കു അടിച്ചുകൊണ്ടിരിക്കും. മുരിങ്ങയ്ക്ക ഇവിടെ ഇടാവേ. തെരണ്ടി മീൻ വച്ചിട്ടില്ല, പക്ഷെ മറന്നു, നമ്മൾ സ്ഥിരം അങ്ങനെ വാങ്ങിക്കാറില്ല, അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ. ഇവിടെ ഏട്ടന് ഇഷ്ടമാണ്, പക്ഷെ ഈ തിരച്ചി മീന് വേണ്ട കൂക്കു. തിരച്ചി മീനെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിച്ചില്ല എങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ചീത്താവുന്ന മീനാണ് തിരച്ചി മീൻ. ഇനി മീനൂടെ ഇടാവേ. ഉപ്പ് കുറച്ചുകൂടെ മിക്കവാറും വേണ്ടി വരും. ഇനി നമുക്ക് നമ്മുടെ
വറുത്തരച്ച് വയ്ക്കുന്ന മസാല വച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. തിരച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പറയും തിരച്ചി മീൻ വറുത്ത ആട്ടിറച്ചി പോലെ ഇരിക്കുമെന്ന്. ആണോ ഗൈസ്? ഇനി നമുക്ക് കൂട്ടിടാവേ. നല്ല പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ജാറൂടെ കഴുകി ഇതിലൊഴിക്കാവേ. ജാറ് കഴുകി ഒഴിക്കണേ. ഞാൻ നന്നായിട്ട് മൂപ്പിച്ചു ഗൈസ്, പക്ഷെ കളർ കുറവ്. കുറച്ചുകൂടെ വെള്ളം വേണം. ഞാൻ ശരിക്കും ചട്ടിയിലേ വയ്ക്കത്തുള്ളായിരുന്നു. ഒന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഈ നോൺ സ്റ്റിക്കിൽ വയ്ക്കുക. ചട്ടിയിൽ വയ്ക്കാൻ പറ്റില്ല. ഞാൻ എപ്പോൾ കറി വെച്ചാലും പെരുവെള്ളമാകാറാണ് പതിവ്. ഇനി തിളച്ച് പറ്റുമ്പോൾ കറക്റ്റ് ആവും. ഉള്ളി ഇനി വേവുമില്ല, വെന്ത് അതിൻ്റെ കൂടെ ആവും. ഓക്കെ, മൂടി വയ്ക്കാവേ. നന്നായിട്ടിരുന്ന് തിളച്ച് കുറുകി ഒക്കെ വരട്ടെ. അപ്പോഴേക്കും ഞാൻ കിച്ചൺ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഓർഡർ നോക്കണം. പോസ്റ്റ് ഓഫീസിൽ 2-3 ഇപ്പോൾ വന്നു. ഇപ്പോൾ 12 മണിയായി. 1:30 മുന്നേ ബാക്കി ഓർഡേഴ്സ് ഇവിടെ വരികയാണെങ്കിൽ അതനുസരിച്ച് അയക്കാം. 4 ഓർഡർ വന്നു കേട്ടോ. ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഫോണിൽ വേറെ 2 കൂടി വന്നു. ഇത് 2 ഒരാൾക്ക് അയക്കാനുള്ളതാണ്. അപ്പം ഞാൻ കരുതി ഇത് പാഴ്സൽ ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ ഏട്ടൻ കൊണ്ടുവന്ന് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പമുണ്ടല്ലോ. എന്നിട്ട് കിച്ചണിൽ കയറാമെന്ന് എഴുതി. മീൻ അവിടെ കിടന്ന് തിളച്ച് മറിയുകയാണല്ലോ. ഇത് 2 ഒരു ഡ്രസ്സ്. മീന് ഒന്ന് നോക്കാം. തിളച്ച് വറ്റി വെള്ളം പോയ കേട്ടോ. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടി. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പും എരിവും പുളിയും അടിപൊളി. ഞാൻ വച്ചിട്ട് ഞാൻ തന്നെ അടിപൊളി എന്ന് പറയാം. ഏട്ടൻ പ്രേക്ഷകരോട് പറയൂലല്ലോ അല്ലേ? അപ്പോൾ വേണ്ട കേട്ടോ. പുളിയും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാവേ. നമ്മുടെ വറുത്തരച്ച് വെച്ച തിരച്ചി മീൻ കറി റെഡി. ഇതിൽ കുറച്ച് സമയം ഇരുന്ന് വീണ്ടും ഒന്ന് തിളയ്ക്കും കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് തിരച്ചി മീൻകറി വറുത്തരച്ച് വെക്കുന്നതെന്നും ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കണ്ടല്ലോ. ഇനി വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി ഫുഡ് കഴിക്കുക, വേദ വരുന്നു, ഇനി ഇത് പിന്നെ കൊറിയർ ചെയ്യാൻ പോവുക, പിന്നെ നമ്മുടെ വസ്ത്രയിലൊക്കെ ഡ്രസ്സിട്ട് വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളാണുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ. ബൈ.